അങ്കമാലി കുണ്ടന്നൂർ ബൈപ്പാസ് നിർമ്മാണം ഇഴഞ്ഞു നീങ്ങുന്നതിനെതിരെ പ്രതിഷേധവുമായി കോൺഗ്രസ്. എറണാകുളം ജില്ലയിലെ കോൺഗ്രസ് ജനപ്രതിനിധികൾ പ്രതിഷേധ ധർണ നടത്തി. കോൺഗ്രസ് അധികാരത്തിലെത്തിയാൽ ആദ്യ പദ്ധതിയായി ബൈപ്പാസ് കൊണ്ടുവരുമെന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു. കൊച്ചി നഗരത്തിലെ ഗതാഗതക്കുരുക്കിൽപ്പെടാതെ അങ്കമാലി കരയാമ്പറമ്പ് മുതൽ കുണ്ടന്നൂരിലേക്ക് 6 വരി ബൈപ്പാസ് എന്നതായിരുന്നു പ്രഖ്യാപനം. ബൈപ്പാസ് നിർമ്മാണത്തിനായി 3 താലൂക്കുകളിലെ 295 ഹെക്ടർ ഭൂമിയാണ് ഏറ്റെടുക്കേണ്ടത്. ജനവാസ മേഖലകളെ പരമാവധി ഒഴിവാക്കി കൃഷിഭൂമിയിലൂടെ അലൈൻമെന്റ് എന്നതായിരുന്നു തീരുമാനം. ബൈപ്പാസ് നിർമ്മാണത്തിനായി കല്ലുകൾ സ്ഥാപിച്ചെങ്കിലും നിർമ്മാണം പാതിവഴിയിലായതോടെയാണ് കോൺഗ്രസ് ജനപ്രതിനിധികൾ പ്രതിഷേധ ധർണയുമായി രംഗത്തിറങ്ങിയത്. 3A വിജ്ഞാപനമിറങ്ങി 1 വർഷത്തിനുള്ളിൽ 2ാം ഘട്ട വിജ്ഞാപനമായ 3D പുറത്തിറക്കണമെന്നാണ് ചട്ടം. എന്നാൽ സർവേ നടപടികൾ പൂർത്തിയാക്കാത്തതോടെ 3D വിജ്ഞാപനം വൈകി. ഇതോടെ ആദ്യമിറങ്ങിയ 3A വിജ്ഞാപനവും റദ്ദായ സ്ഥിതിയാണ്. 18 വില്ലേജുകളിലെ ഭൂവുടമകളാണ് ഇതോടെ ദുരിതത്തിലായത്. കേരളയുടെ പദ്ധതി പോലെ, ശബരിപാതയുടെ പദ്ധതി പോലെ ഈ കല്ല് ഇവിടെ കിടന്നുകൊണ്ട് തങ്ങളുടെ ഭൂമി വിൽക്കാനോ ഭൂമി ബാങ്കിൽ പണയം വെക്കാനോ പറ്റില്ല എന്നൊരു അവസ്ഥയിലാണ് പല ആളുകളും. ഈ വീടുകൾ പോകും എന്ന് പറഞ്ഞ് ഈ പറയുന്ന പല ഭൂമിക്ക് അഡ്വാൻസ് കൊടുത്ത ആളുകളുണ്ട്. ഇത് ഈ പറയുന്ന ജനങ്ങളോട് ചെയ്ത വലിയൊരു ക്രൂരതയാണ്. വിജ്ഞാപനം ഉടൻ പുറത്തിറങ്ങിയില്ലെങ്കിൽ പ്രതിഷേധം ശക്തമാക്കാനാണ് ആക്ഷൻ കൗൺസിലിന്റെ തീരുമാനം. 24 കൊച്ചി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.